അങ്ങനെ നമ്മൾ സ്പാറിൽ വന്നു. സ്പാറിൽ നിന്ന് നമ്മൾ 2 ആഴ്ചത്തേക്കുള്ള സാധനം പർച്ചേസ് ചെയ്തു കേട്ടോ. നമ്മൾ ഏകദേശം 70 യൂറോക്ക് പർച്ചേസ് ചെയ്തു. അതേപോലെ നമ്മൾ സ്പാർ കാർഡ് ഉള്ളത് കൊണ്ട് നമുക്ക് ഏകദേശം 12% ഓഫ് കിട്ടിയിട്ടോ. നമ്മളെല്ലാവരും ഇവിടെ യൂറോപ്പിലൊക്കെ നമ്മൾ ഏത് സൂപ്പർ മാർക്കറ്റാണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ കാർഡ് നമ്മൾ യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഓഫറും കാര്യങ്ങളും കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സ്പാർ ഒരുവിധം സ്ലൊവേനിയ കൺട്രി മൊത്തം സ്പാർ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ സ്പാർ കാർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുത്തിട്ടില്ല, നമ്മളിന്ന് എടുക്കും. രാവിലെ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചെടുത്തു. അപ്പോൾ നമുക്ക് സ്പാറിൽ എന്ത് കിട്ടിയിട്ടില്ല, സ്പാറിൽ നമുക്ക് ചിക്കന് പ്രൈസ് കൂടുതലാണ്. ചിക്കനിൽ നമുക്ക് 4 യൂറോ സംതിങ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് 1 യൂറോ സംതിങ് യൂറോ സ്പിന്നിൽ നമുക്ക് എന്തുള്ളൂ, ചിക്കന് പ്രൈസ് ഉള്ളൂ. അപ്പോൾ നമുക്കൊരു 4 കിലോ ചിക്കൻ, 2 ആഴ്ചത്തേക്കുള്ള ചിക്കൻ നമ്മൾ ഒരുമിച്ച് മേടിക്കണം. അപ്പോൾ നമ്മൾ യൂറോ സ്പിന്നിൽ വന്നേക്കാണ്. അതേപോലെ നമ്മൾ സിമ്മ് അപ്ഡേറ്റ് ചെയ്യാൻ വന്നായിരുന്നു, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നമുക്ക് ഓഫാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ യൂറോ സ്പിന്നിൽ ചിക്കൻ മേടിക്കാം കേട്ടോ. ചിക്കൻ മേടിക്കാൻ വേണ്ടി വന്നതാണ്. വേറെ എന്തായാലും നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്, സിമ്മ് കൺവേർട്ട് ചെയ്യാനുള്ളത്. നമ്മളെ സിം എന്ന് പറയുന്നത് ഓൺലി സ്ലൊവേനിയ മാത്രമാണ് നമുക്കെന്ത് നെറ്റ് അൺലിമിറ്റഡ് ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച മുതൽ നമ്മൾ പുറത്തോട്ട് പോകും. അപ്പോൾ നമുക്ക് എന്ത് വേണം, അൺലിമിറ്റഡ് നെറ്റ് നമുക്ക് ഔട്ട് സൈഡുള്ള സിമ്മ് വേണം. അതേപോലെ നമുക്ക് കാർഡ് എടുക്കാനുണ്ട്, സ്പാറിൻ്റെ കാർഡ് എടുക്കണം. ഓക്കെ, ഇതെന്ത് വോക്സ്വാഗൻ്റെ ഗോൾഫ്. അപ്പോൾ നമ്മൾ പോയി ചിക്കൻ മേടിക്കാം. നമ്മളൊരു 3 ടീമിന് വേണ്ടിയുള്ള ഒരുമിച്ചുള്ള ചിക്കൻ മേടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർക്കുള്ള പർച്ചേസും കൂടി നമ്മൾ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതേ ഒരു മാരുതിയുടെ വിൻറ്റേജ് ഗോൾഫ്. ഇവിടെ വോക്സ്വാഗൻ്റെ ഗോൾഫ്. വണ്ടികൾ, വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ എല്ലാ ടൈപ്പ് വണ്ടി ഉണ്ട് കേട്ടോ. നമ്മളെ ഓൾ ടൈപ്പ്, ഇപ്പം എന്താണ്, എല്ലാ ടൈപ്പ് വണ്ടിയും അവൈലബിൾ ആണ്. ഓക്കെ, വോൾവോ. ഐ ലൈക്ക് ടു ഷോ ദ കാർ. ഓക്കെ, ഞാൻ ആ കാർ ഇങ്ങനെ കാണിച്ചു തരാം. എനിക്ക് ആ ഗോൾഫ് കാണിച്ചു തരാൻ. നമ്മൾ വോക്സ്വാഗൻ്റെ പഴയ ഒരു വിൻറ്റേജ് കാറില്ലേ, വിൻറ്റേജ് ഗോൾഫ്. ആക്ച്വലി ഇവിടെ 2002 മോഡൽ വണ്ടിയൊക്കെ ഇപ്പോഴും ഓടുന്നുണ്ട് കേട്ടോ. യെസ്, സാൻഡ്രോ. നമ്മളെ നാട്ടിലെ സാൻഡ്രോ ഉണ്ട് കേട്ടോ. സാൻഡ്രോൻ്റെ ഇവിടുത്തെ പേരെന്താണ്, ഹുണ്ടായി അക്ടോസ് പ്രൈം എന്നാട്ടോ പേര്. എന്താണ്, ഹുണ്ടായി അക്ടോസ് പ്രൈം. ഇതാണ് ഗോൾഫിൻ്റെ, ഇത് പുതിയ ജനറേഷൻ ഗോൾഫ്. പുതിയെന്ന് പറഞ്ഞാൽ ഇതൊരു 2007 മോഡലാണെന്ന് തോന്നുന്നു. ഇതൊരു 2000 മോഡൽ ഗോൾഫാട്ടോ ആക്ച്വലി. അതായത് ആ പഴയ ഗോൾഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ മാരുതി 800 അല്ലെങ്കിൽ സെന്നിൻ്റെ ഒക്കെ ലുക്കിൽ വരുന്ന ഗോൾഫാണ്. ഇത് ഹുണ്ടായിൻ്റെ ഷോറൂം ആട്ടോ. ഇവിടെ ഹുണ്ടായിൻ്റെ ഷോറൂം എനിക്ക് i20 ഇവിടുത്തെ പേര് i30 എന്നാട്ടോ. ഐ വിൽ ഷോ യു ദ ഗോൾഫ്, ദ വിൻറ്റേജ് വൺ. സ്ലൊവേനിയ ഏതാല്ലേ നമ്മളെ പഴയ മറ്റേ വണ്ടീൻ്റെ ഒക്കെ ഒരു മാരുതിനോടൊക്കെ എടുത്ത് പിടിക്കുന്ന, മാരുതി അല്ല, നമ്മളെ ഡോൾഫിൻ വണ്ടിയില്ലേ, നമ്മളെ മാരുതി ഡോൾഫിൻ 800, അതേ ടൈപ്പിൽ വരുന്ന വോക്സ്വാഗൻ്റെ ഗോൾഫാട്ടോ. പഴയ ഫസ്റ്റ് ജനറേഷൻ ഗോൾഫാണെന്ന് തോന്നുന്നു. പിന്നെ ടൊയോട്ടോൻ്റെ വണ്ടി ഉണ്ട്. പിന്നെ വോൾവോ, ഓഡി, BMW, ജർമ്മൻ കാർസൊക്കെ പിന്നെ ഇവിടെ എല്ലാ കാർസും അവൈലബിൾ. പക്ഷേ പേരിൽ ചെറിയ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. ചെറിയ മാറ്റം പേരിൽ വരുന്നുണ്ട്. വേറെ സിട്രോൺ ഉണ്ട്. സിട്രോണാണ് നമ്മളെ ട്രോളി വണ്ടി. അങ്ങനെ നമ്മൾ ചിക്കൻ മേടിക്കാൻ പോകട്ടോ. ചിക്കൻ പോയി നോക്കാം. നമുക്ക് ചിക്കൻ ഇവിടെ റേറ്റ് കുറവാണ്. യൂറോ സ്പെയിനിലാണ് നമുക്ക് ചിക്കൻ, ഫിഷ്, മീറ്റ്സിനൊക്കെ റേറ്റ് കുറവ്. പക്ഷെ നമ്മളെ ഒരു പണി ബ്ലോക്ക് ചെയ്യാം. നമ്മളെ സിമ്മ് മാറ്റാൻ പറ്റില്ല. നമുക്ക് സിമ്മ് അയക്കാൻ പോകും. This way. That way? Okay. This is for beta. Okay. അതിൽ പോകാനല്ലോ കേട്ടോ, നമുക്ക് ഇതിൽ പോകണം. താങ്ക് യു. ഒരു ഫ്രഷാക്കി പോകാൻ പാടില്ല, നമ്മളൊരു പീസ്ഫുള്ളായിട്ട് പോകണം. ലെമൺ ചപ്പാത്തി മേടിച്ചായിരുന്നേക്കും. ചപ്പാത്തി മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീറ്റിൻ്റെ. ഈ വീഡിയോ ഞാൻ 5 മിനിറ്റായി നിർത്തിട്ടോ. ഇവിടെ ഓഫർ ഉണ്ട് കേട്ടോ അത്യാവശ്യം. നമുക്ക് ഓരോ സാധനങ്ങൾ ഓരോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് എപ്പോഴും നല്ലത്. യൂറോ സ്പിന്ന് പോലത്തെ. ഇവിടെ വെജിറ്റബിൾസ് ഏരിയ കേട്ടോ ഇത്. രാവിലെ ആയിട്ട് എന്തോ എടുത്തു വരുന്നുണ്ട്. മിക്കവാറും ബിയർ മേടിക്കാനായിരിക്കും. അവർ 3 ബിയർ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൂമിൽ വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നതുകൊണ്ട് മിക്കവാറും ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ മേടിക്കും.